You look like an early morning sunburn. Just look. Rahul, it's so disgusting. Please stop it. Vidya, be honest. ഇത്രയും സുന്ദരിയായിട്ട് നീ നിന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ണടയ്ക്കുമ്പോൾ കുറച്ച് നിമിഷത്തിലെല്ലാം കാണാതെ പോവും. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലോ ജീവിതകാലം മൊത്തം കാണാം. അതുമല്ല, ഞാൻ നിന്നെ വളരെ ആർട്ടിസ്റ്റിക്കലായിട്ടാണ് കാണുന്നത്. സോ ലെറ്റ്സ് ഹാവ് ഫൺ. This is not fun. This is porn. നീ എന്നെ ഒരു ഓബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. വിദ്യ, വാട്ട്സ് റോങ് വിത്ത് യു? എന്തിനാ ഇത്ര ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ഞാനെന്താ പബ്ലിക്കായിട്ടാണ് ഇട്ടത്? ഡോണ്ട് സ്പോയിൽ മൈ മൂഡ്. ലെറ്റ്സ് ഗോ. സ്റ്റോപ്പ് ദറ്റ് നോൺസെൻസ്. ഫസ്റ്റ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ്. ആ വൃത്തികേട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. വാട്ട്? വൃത്തികേടോ? Don't you ever say that again. You're insulting my passion. Passion? What do you mean? എന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ എന്റെ വീഡിയോ എടുക്കുന്നീ? What permission? You're my property. Property-യോ? Yes, you're my property. I mean, I'm sorry, Vidya. Don't touch me. അതല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. Please. വിദ്യ, പേടിച്ചു പോയോ? നൈഫ് ആൻഡ് വൈഫ്. എക്സലന്റ്. ഇന്നലെ രാത്രി നടന്നതിന് ഐ എം സോറി വിദ്യ. അത് ഇന്നലെ രാത്രി തന്നെ ഡിലീറ്റ് ചെയ്തു ഞാൻ. ഓൾറെഡി ഐ ഡിലീറ്റഡ്. ഐ എം സോറി. എന്റെ വിശ്വാസമില്ലെങ്കിൽ കത്തി കൊണ്ട് എന്നെ കുത്ത് കുത്ത് കുത്ത്. രാഹുൽ, അല്ലെങ്കിൽ ഞാൻ സ്വയം കുത്തിക്കോട്ടെ. ഐ എം സോറി വിദ്യ. പ്ലീസ് ഫർഗീവ് മീ. നീ എല്ലാം വളരെ സിമ്പിളായിട്ട് എടുക്കുന്നു രാഹുൽ. മൂന്നാമതൊരാൾ അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഇതെങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നീ? നമ്മൾ മാത്രം അറിയേണ്ട ഒരു മനോഹരമായ അനുഭവം അല്ലേ അത്? ഐ എം സോറി. ഐ എം റിയലി സോറി വിദ്യ. ക്യാമറ എൻ്റെ മൂന്നാമത്തെ കണ്ണായി പോയി. അതാണ് എൻ്റെ ബലവും ബലഹീനവും. ഒരുപക്ഷെ എൻ്റെ ദൗർഭാഗ്യമാണോ എന്തോ. ചെറുപ്പം തൊട്ടേ എനിക്ക് ആരോടും ഒന്നിനോടും ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. എനിക്കറിയാവുന്നതല്ല ഈ ക്യാമറ മാത്രമാണ്. ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും സെൻസ് കൊണ്ട് നോക്കാതെ ലെൻസ് കൊണ്ട് നോക്കി ശീലിച്ചു പോയി. പ്രോബബ്ലി അതിൻ്റെ ഡിസോർഡർ ആയിരിക്കാം. എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കല്യാണം കഴിച്ചപ്പോഴാണ്. വേണമെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം. ഐ എം റെഡി ടു കം. പ്ലീസ്, നീ വിഷമിക്കില്ല. ഐ എം സോറി. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലല്ലോ അല്ലേ? ഐ സ്വെയർ. നീയാണ് സത്യം. ഓക്കെ അല്ലേ? എന്താ ചെയ്യുന്നത്? ലഞ്ച് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. നോ ലഞ്ച്. ഇന്ന് നമ്മൾ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഓക്കെ? Hi, Ragul. Hi. Hi, Hello. Uncle. How's the ambience? I like it. Sir, order please. Yeah. One non-veg platter and one Maharaj pulav. Okay, sir. Very fast. And yours, ma'am? Yeah. ഞാൻ ഓർഡർ ചെയ്തല്ലോ. നിനക്ക് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? No, that's fine. Take that. ഗണേഷ്, Vidya!
surprise! So good to see you. So good to see you. High five. ഞാനും ഉണ്ട് ഇവിടെ. സേതു നിങ്ങൾ എങ്ങനെയാടാ ഇവിടെ? അവൻ ഇന്നലെ IAS ട്രെയിനിങ് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത്. നിന്റെ അഡ്രസ് എങ്ങനെ കണ്ടുപിടിക്കുന്ന ആലോചിച്ചോണ്ടിരുന്നപ്പോഴാ ലക്കി ആയിട്ട് നിന്നെ ഇവിടെ കണ്ടത്. കോളേജിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, പക്ഷേ കല്യാണത്തിന് പോലും ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തില്ല. അതെ അന്ന് അതെ. നിന്റെ മെയിൻ എക്സാം ആയിരുന്നടാ. സോ വാട്ട്, എക്സാംസ് പിന്നെയും എഴുതാമല്ലോ. അതുകൊണ്ടാ വിളിക്കാഞ്ഞത്. എന്നാലേ വിദ്യ, നീ വീണ്ടും ഒരു കല്യാണം കഴിച്ചാ. മറന്നേ പോയി. രാഹുൽ, ഗണേഷ്, ഗണേഷ്, രാഹുൽ, മൈ ഹസ്ബൻഡ്. ഹേ, ഇറ്റ്സ് സച്ച് എ പ്ലഷർ മീറ്റിംഗ് യു. യു വോണ്ട് ബിലീവ് ബ്രോ, വിദ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് വലിയൊരു സെലിബ്രിറ്റി ആവുമെന്ന് കോളേജിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഒരു സെലിബ്രിറ്റി തന്നെ ദാ വിദ്യയെ കല്യാണം കഴിച്ചിരിക്കുന്നു. ഇറ്റ്സ് സിംപ്ലി ഗ്രേറ്റ്. നിങ്ങൾ ഞങ്ങളുടെ വിധിയുടെ ലൈഫ് പാർട്ണർ ആവുമ്പോ ഞങ്ങൾക്കും വളരെ സ്പെഷ്യലാ. യു ആർ വെരി ലക്കി. നിങ്ങൾ രണ്ടുപേരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിദ്യയോടുള്ള അഡ്മിറേഷൻ മനസ്സിലാവുന്നുണ്ട്. ഹേ, അഡ്മിറേഷൻ അല്ല ബ്രോ, ആരാധനയാണ്. ഓ, വിദ്യ എന്ന് വെച്ചാൽ ഭംഗി, വിദ്യ എന്ന് വെച്ചാൽ വിനയം, വിദ്യ എന്ന് വെച്ചാൽ ഒരു അത്ഭുതമാണ്. വിദ്യ ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ്. ബോസ്, ഈവൻ വിദ്യയെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ നിങ്ങക്ക് ഫുഡ് ഓർഡർ ചെയ്യേണ്ട ആവശ്യം വരില്ല. വയറങ്ങ് നിറയും. ഓ, അപ്പൊ ചെയ്ത ഓർഡർ ക്യാൻസൽ ചെയ്തേക്കട്ടെ. ജോക്ക്, നൈസ് ജോക്ക്. നോ ഡോണ്ട് സ്റ്റോപ്പ്. പ്ലീസ്. നമ്മളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പറയണം. ഭാര്യയെ കുറിച്ച് അറിയണമെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട്സ് പറയണം. യു ആർ റിയലി ഫണ്ണി ബ്രോ. ഐ നോ. ബട്ട് ജോക്സ് അപ്പാർട്ട്, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേരെ പരിചയമുണ്ടാകും. ഇൻ ഷോർട്ട്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യയ്ക്ക് മുൻപും വിദ്യയ്ക്ക് പിന്നും. വിദ്യ പോലുള്ള ഫ്രണ്ട്സ് കാരണം നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നും. ഓ റിയലി? പക്ഷേ എനിക്കെന്താ വിദ്യ കാരണം ഇത്രയും വൃത്തികെട്ടവന്മാര് പരിചയമായത്? നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്നോട് തന്നെ എന്തിനാ വെറുപ്പ് തോന്നുന്നത്? രാഹുൽ, നീ എന്തൊക്കെയായി പറയുന്നേ? ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് പ്രൈവറ്റ് സ്പേസിലുള്ളപ്പോൾ അത് നശിപ്പിക്കാൻ പാടില്ലെന്നുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഇവനാണോ IAS ഓഫീസർ ആവാൻ പോകുന്നത്? I'm sorry bro. What were you doing before? Just do it again. Come on, just do it again. ഇത് ഇങ്ങനെ എന്തോ നടത്? ഞാനൊരുത്തനുള്ള കാര്യം പോലും രാഹുൽ. I'm looking like a fool. Just shut up. വിദ്യ പ്ലീസ്, എന്റെ തെറ്റാണ്. നിങ്ങൾ ഞാൻ കാരണം വഴക്കുണ്ടാക്കരുത്. യു ടേക്ക് കെയർ. ഐ എം സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് ബ്രോ. ഐ മീൻ സോറി സർ. വാടാ. ഗണേഷ്, രാഹുൽ, വാട്ട് ഇസ് ദിസ്? Just sit down. രാഹുൽ, നീ ചെയ്തത് ശരിയായില്ല. ഭർത്താവിന്റെ മുമ്പിൽ നീ ഇപ്പൊ ചെയ്തത് കറക്റ്റ് ആണോ? അല്ല, എന്താ ഹാൻഡ് ആക്ഷൻസ് ഒക്കെ അങ്ങനെ? Am I look like a second hand? രാഹുൽ പ്ലീസ്, ഞങ്ങളെ കുറിച്ച് നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. ഷേ, സത്യമായിട്ടും. അല്ല, അവൻ നിന്റെ ഫ്രണ്ട് ആണോ ബോയ് ഫ്രണ്ട് ആണോ? അതിലും വലുതാ. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അയ്യോ, അവൻ ഡയലോഗ് മറന്നുപോയോ? എങ്ങനെ പറയേണ്ടത്? എങ്ങനെ ഞാൻ പറയേണ്ടത്? വേറെ ഓപ്ഷൻ ഇല്ലടാ, വായ കൊണ്ട് തന്നെ പറയണം. എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. നിന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. അതെ, നിനക്കെന്നെ കുറിച്ച് ഒരു കവിത എഴുതി പറയണമെങ്കിൽ അതിന് വാക്കുകൾ കിട്ടില്ല. ഒരു ഗിഫ്റ്റ് തന്നു പറയണമെങ്കിൽ നിന്റെ മനസ്സിൽ എന്നേക്കാൾ വിലയേറെ ഗിഫ്റ്റ് ഉണ്ടാവില്ല. എന്നെ തന്നെ നോക്കുന്ന നിന്റെ കണ്ണുകൾ പറയുന്നു നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. യഥാർത്ഥ പ്രണയം പാഷനെ ഇഷ്ടപ്പെടില്ല, കമ്പാഷനെയാണ് ഇഷ്ടപ്പെടുക. സത്യസന്ധമായ പ്രണയം കോംപ്ലിമെന്റ്സ് ആഗ്രഹിക്കില്ല, കംപ്ലീറ്റ് മാനെയാണ് ആഗ്രഹിക്കുക. I can feel your love. I love you. സ്പോണ്ടേനിയസ് ആയിട്ട് ഇംപ്രൈസ് ചെയ്ത് മാനം കാത്തല്ലോ വിദ്യേ. താങ്ക് യു.
ഏയ് നിന്റെ റോമിയോ വന്നിട്ടുണ്ട്. ഷട്ടപ്പ്.